രേണുക, നാടൻ പാട്ടിന്റെ അവിടെ തന്നെയാണോ? തീർച്ചയായും അതുല്യ, ഞാൻ ഇപ്പോഴും നാടൻ പാട്ടിന്റെ അവിടെ തന്നെയാണ്. ഇപ്രാവശ്യം എൻ്റെ കൂടെ ഉള്ളത് ഒരു കാസർഗോഡ് ടീമാണ്. അപ്പൊ വളരെ ആവേശത്തോടെ ഓരോരോ പ്രാവശ്യം ഓരോരോ നാടൻ പാട്ട് കുട്ടികളുമായിട്ടാണ് കേരള വിഷൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഞാൻ എത്തുന്നത്. ഇപ്രാവശ്യം എൻ്റെ അടുത്തുള്ളത് കാസർഗോഡ് നിന്നുള്ള ടീമാണുള്ളത്. പേരെന്താണ്? കാർത്തിക്, ആവണി, തേജസ്വിനി, ധ്വനി, അമ്മയ, അതുല്യ, ദേവനന്ദ. ഇത്രയും പേരടങ്ങുന്ന ഒരു 7-8 പേരടങ്ങുന്ന ഒരു ടീമാണ് നമുക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് പാടാൻ പോകുന്നത്. അപ്പൊ തുടങ്ങിയാലോ? അതുല്യ, വളരെ ഗംഭീരമായ ഒരു പാട്ട് എന്ന് വേണം പറയാം. കാരണം ഓരോ താളങ്ങൾ ഇവിടെ തെറ്റുകയാണെങ്കിൽ പോലും അത് മാനേജ് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം കലയെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. തെറ്റ് പറ്റിയാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പം സുടസുട ഈ പിള്ളേരെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു എന്ന് പറയും. അവർ പാടി അതേപോലെ കയ്യോടെ പിടിച്ചുകൊണ്ട് വന്ന പ്രേക്ഷകരിലേക്ക് ഞാൻ അത് എത്തിച്ചു എന്നാണ് പറയേണ്ടത്. എന്നാലും ഗംഭീരമായിട്ട് എല്ലാവരും പാടിയിട്ടുണ്ട്. മേളിൽ 2 പേരും കൂടെ ഉണ്ട്. അവരാണ് അതിന് പിച്ച് കൂട്ടി എന്ന് വേണം പറയാൻ. ചെണ്ടകുട്ടി വളരെ ആവേശത്തോടെ ഓൾറെഡി ഈ ടീം നമ്മുടെ കേരള വിഷൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. തിരുവാതിരയുമായി ഇവരെല്ലാവരും നമ്മുടെ മുമ്പിൽ ഓൾറെഡി ലൈവുകളിലെല്ലാം സജീവമായിരുന്നു. ആതിര, എന്തായാലും കാസർഗോഡ് നിന്ന് വളരെ മനോഹരമായ ആ ഭാഷയ്ക്ക് തന്നെ ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടായിരുന്നു. ഭാവങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത്രയധികം വാദ്യോപകരണങ്ങളുമായ ഒരു നാടൻ പാട്ടിനൊപ്പം തന്നെ ആ താളം പോലും തെറ്റാതെ ഇത്രയും വാദ്യോപകരണങ്ങളും കൂടി പഠിച്ചെടുക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. ഒപ്പമുള്ള കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. എന്തായാലും